അടിപൊളി. ഓണത്തിന് തൂക്കിയെന്ന് പറയാം, ഒരു രക്ഷയില്ല, കിടിലൻ പടം. താങ്ക്സ് ടു സത്യനന്ദിക സാർ. ഓണത്തിന് തൂക്കിയെന്ന് പറയാം, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫ് കോമഡി, അല്പം ഇമോഷൻസും, മൊത്തത്തിൽ പടം മസ്റ്റ് വാച്ച്. സാറ്റിസ്ഫൈഡ് ആയി. ഭയങ്കര ഫീൽ ഗുഡ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും കാണണം എല്ലാവരും. സൂപ്പർ പടം. ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു മലയാളം പടം കാണാം. എക്സ്പെക്ടേഷന് അപ്പുറത്ത് സത്യനന്ദിക്കാട് ലാലേട്ടൻ്റെ ഒരു കോംബോ ഇല്ലേ, ഒരുപാട് വർഷത്തിന് ശേഷം പ്രതീക്ഷിച്ചതിന് അപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. 100% എൻ്റർടൈൻമെൻറ്റ്. 100% സത്യനന്ദിക്കാട് ഫിലിം 100% എൻ്റർടൈൻമെൻ്റ് ആണ്. ഫാമിലി ആയിട്ട് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുക. സൂപ്പർ പടം, അടിപൊളി പടം. നല്ല പടമാണ്, അടിപൊളി പടം. മീൻസ് എക്സ്ട്രീംലി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത മൂവിയാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി, തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും ഒരിക്കലും മോശം എക്സ്പീരിയൻസ് അല്ല, നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ആ ഒരു കഥയിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ലയിക്കുന്നുണ്ട്. മീൻസ് ഇൻവോൾവ് ആയിട്ട് ആ ഒരു കഥ ഫുള്ള് നമ്മളൊരു എന്താ പറയുക, ഒരു POV ഷോട്ടൊക്കെ പറയുന്ന പോലെ നമ്മൾ ആ സിനിമയുടെ കൂടെ അങ്ങ് സഞ്ചരിക്കുക. അത്ര നല്ലൊരു സ്റ്റോറിയാണ്. ഫാമിലി ഓഡിയൻസ് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാലേട്ടൻ്റെ ഒരു ഗംഭീര അഭിനയം. സംഗീതേട്ട മുത്താണ്, പൊളിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. ഓണത്തിന് ഫാമിലി ആയിട്ട് വന്ന് സന്തോഷിച്ച് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു പടം. അത് മോഹൻലാലും ന്യൂ ജനറേഷനും കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സ്. അത് സത്യനന്ദിക്കാട് മോഹൻലാലും മാത്രമാണ് കുറച്ച് പഴയ ഒരു ഇതുള്ളൂ, ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ്. പിന്നെ സർപ്രൈസ് ക്യാമിയോ എല്ലാം കൂടി ഒരു ഓണത്തിന് ആഘോഷിക്കാൻ പറ്റിയൊരു പടം. സത്യനന്ദിക്കാടിൻ്റെ തിരിച്ചു വരവെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം സത്യനന്ദിക്കാടിൻ്റെ എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരവല്ല, പുതിയൊരു സത്യനന്ദിക്കാട്, ഒരു ന്യൂ ജനറേഷൻ സത്യനന്ദിക്കാട്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടനും സംഗീതമായിട്ടുള്ള കോംബോ തന്നെയാണ് ഏറ്റവും സൂപ്പർ. ഈ പടത്തിൻ്റെ നട്ടെല്ലിൽ നിന്ന് തന്നെ അതാണ്, അത് അടിപൊളിയാണ്. ഒരു പുതിയൊരു കോംബോ മോഹൻലാലിൻ്റെ കൂടെ. ഇമോഷണല്ല, കോമഡിയാണ്. കൊണ്ട് ഈ ഫാമിലി ആയിട്ട് ഈ ഓണത്തിന് കാണാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സ് എന്തുകൊണ്ടും ഹൃദയപൂർവ്വമായിരിക്കും. ലാലേട്ടൻ ഫാക്ടർ മാത്രമല്ല, ആ ഒരു മെസ്സേജിൻ്റെ ഫാക്ടർ, കുടുംബ ബന്ധങ്ങളുടെ ഫാക്ടർ എല്ലാം കൊണ്ടും, പാട്ടുകളാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്, സീനുകൾ വന്നിട്ടുണ്ട്, എല്ലാം കൊണ്ടും ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഹൃദയപൂർവ്വം. അടിപൊളിയാട്ടോ, ഹൃദയത്തിൽ തട്ടിയുള്ളൊരു സിനിമ. എന്താ പറയുക, എല്ലാ ജനറേഷനും കാണാൻ പറ്റിയൊരു മൂവി. എന്താ പറയുക, ഫീൽ ഗുഡാണ്. തമാശകൾക്കൊപ്പം ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ, വെറുതെ മണ്ടത്തരം കയറ്റിച്ചിരിക്കുന്ന പോലെയല്ല, ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതും ലാലേട്ടനും സന്ദീപും സൂപ്പറായിട്ടുണ്ട്. നല്ല കഥാപാത്രങ്ങൾ, ശ്രീനിവാസൻ കോംബോ. എന്താ പറയുക, നഷ്ടങ്ങൾ നികത്തിക്കൊണ്ട് കുറേ പേരിങ്ങനെ വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി മൂവി. യഥാർത്ഥത്തിൽ ഒരു നിധിയാണ് ലാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരു രക്ഷയിലെ കഴിവ് അടിപൊളി. കാല് തൊട്ട് നമസ്കരിക്കേണ്ടി വരും, അത്ര ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റാണ്. അടിപൊളി. സത്യനന്ദിക്കാട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ റൈറ്റിങ് അടിപൊളി, ഒരു രക്ഷയില, സൂപ്പർ സിനിമ, ഹിറ്റ്, ബമ്പർ ഹിറ്റ്. ഇല്ല, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയല്ല. ടോട്ടലി നമ്മൾ പ്രതീക്ഷിച്ചാത്ര ഒരു സുഖം കിട്ടിയില്ല പടം. ടോട്ടലി